മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടിക്ക് CPM ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഷർഷാദിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് രാജഗോപാൽ നായർ മുഖേനയാണ് നോട്ടീസ്. 2024 മെയ്യിൽ ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നുവെങ്കിലും പാർട്ടി അത് ഗൗരവത്തിലെടുത്തിരുന്നില്ല. ഈ പരാതി മറച്ചുവെച്ചാണ് ഒരു വർഷത്തിനിപ്പുറം മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കിയത്. രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടിയിലുള്ള സ്വാധീനവും നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിന് രാജേഷ് കൃഷ്ണയിലുള്ള വിശ്വാസവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. VV അരുൺ ചേരുന്നുണ്ട്. അരുണ്, ഇപ്പോൾ ഇന്നലെയൊക്കെ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല CPMന്റെ സംസ്ഥാന സെക്രട്ടറി തൻ്റെ മകനുമായുള്ള ബന്ധമൊക്കെ ചോദിച്ചപ്പോൾ. ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. നേരത്തെ തോമസ് ഐസക് ഇത്തരം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയാണോ പാർട്ടി? തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ മുഖേന ഇതിനകം മുഹമ്മദ് ഷർഷാദിന് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഈ മാധ്യമങ്ങളിലൂടെ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടാക്കുന്നതാണ്. അത് ശരിയായ അവസ്ഥാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് തിരുത്തുകയോ അടിയന്തരമായി മാപ്പ് പറയുകയോ വേണം, ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പാണ് ഷർഷാദിനെ CPM സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു നിയമ നടപടിക്കുള്ള തീരുമാനം അറിയിച്ചത്. സ്വാഭാവികമായും അത് CPMന്റെ പൊളിറ്റ് ബ്യൂറോയുടെ കൂടി തീരുമാനമോ അല്ലെങ്കിൽ അനുമതി പ്രകാരമാകാൻ തന്നെയാണ് സാധ്യത. ഈ തനിക്കും തന്റെ മകനുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ നേരത്തെ 2024 അത്തരത്തിലൊരു പരാതിയും തനിക്കില്ല എന്ന മാപ്പപേക്ഷിച്ചുകൊണ്ടൊരു കത്ത് CPM സംസ്ഥാന സമിതിക്ക് നൽകിയിരുന്നു ഷർഷാദ്. അതിനുശേഷം ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തിരുത്തി തിരുത്തണം അല്ലെങ്കിൽ മാപ്പപേക്ഷിക്കണമെന്ന ആവശ്യമാണ് ഈ നോട്ടീസിലൂടെ CPM സംസ്ഥാന സെക്രട്ടറി ഷർഷാദിനോട് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2024 കത്ത് നൽകിയിരുന്നു CPM സംസ്ഥാന സമിതിക്ക്. അതിനുശേഷം തന്നെയാണ് 2025 മധുര പാർട്ടി കോൺഗ്രസിൽ ഇയാൾ പ്രതിനിധിയായത്. കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പാകെ ഇയാൾക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. ഒടുവിൽ ഈ മധുര പാർട്ടി കോൺഗ്രസിന്റെ തൊട്ട് തലേ ദിവസം കേന്ദ്ര കമ്മിറ്റി ചേർന്ന് വീണ്ടും ഈ പരാതി അവർക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഏതായാലും ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. MV ഗോവിന്ദന്റെ തീരുമാനം. അല്പസമയത്തിനകം അദ്ദേഹം ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. അതിന് പ്രതികരണം ഈ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന പ്രതികരണത്തിൽ ഒതുങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാദത്തോടുള്ള ആദ്യ മറുപടി. വിശദമായ പ്രതികരണം ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം എത്തുമ്പോൾ MV ഗോവിന്ദനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. മമ്മൂട്ടി വീണ്ടും സിനിമയിൽ സജീവമാകുന്നു. സന്തോഷ വാർത്ത സൂചിപ്പിച്ച് നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് ഫേസ്ബുക്കിൽ ഇക്കാര്യമിട്ടത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് നന്ദിയെന്നാണ് ആൻഡ്രോ ജോസഫ് കുറിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മമ്മൂട്ടി കുറച്ചുകാലമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. താരം ആരോഗ്യം വീണ്ടെടുത്തതായി അറിയിച്ച് നിരവധി ചലച്ചിത്ര പ്രവർത്തകർ പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചു. എന്തായാലും മലയാള സിനിമാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർക്കും വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏകദേശം 7 മാസത്തോളമായി മമ്മൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലോ ഒന്നും കാണാതെ സിനിമാ ജീവിതത്തിൽ നിന്നും താൽക്കാലികമായി ഒരു മാറി നിൽക്കൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ അദ്ദേഹത്തിനെ പിടിപെടുകയും അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൂർണ്ണമായും ചെന്നൈയിലേക്ക് മാറുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. എന്തായാലും ആ ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷത്തിന്റെ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള ആൻഡോ ജോസഫും ജോർജും തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ആ സന്തോഷ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഈ പരിശോധനാ ഫലം വന്നിരിക്കുകയാണ്. എല്ലാം നെഗറ്റീവാണ്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. മറ്റ് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തെ മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ആയി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം സിനിമാ മേഖലയിലുള്ളവരുമൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം മമ്മൂട്ടിയുടെ ഈ ഒരു അഭാവം കുറച്ച് നാളായി അദ്ദേഹം ഫ്രെയിമിലൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് അമ്മ അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പിൽ പോലും മമ്മൂട്ടിക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ അദ്ദേഹത്തുമായി ചേർന്ന് നിൽക്കുന്നവർക്ക്, സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകർക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. ആ വിഷമമെല്ലാം മാറിയിരിക്കുകയാണ്. ഉടനെ തന്നെ മമ്മൂട്ടി സിനിമയിൽ വീണ്ടും സജീവമാകും. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്കൊക്കെ തിരിച്ചെത്തും എന്നത് തന്നെയാണ് ഈ അടുത്ത ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത്.